ഫാത്തിമ ബീവി വീട്ടുജോലികൾ ധൃതിയായി ചെയ്യുന്നുണ്ട്. മക്കളെ കുളിപ്പിക്കുന്നുണ്ട്, പാത്രങ്ങൾ കഴുകുന്നുണ്ട്. ആ സമയത്താണ് അലി റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. അലിയാര് തങ്ങളെ ഫാത്തിമ ബീവി കണ്ടിട്ടുണ്ടെങ്കിലും കാണാത്ത ഭാവം നടിച്ച് വീണ്ടും പണികളിൽ മുഴുകുകയാണ്. ആ സമയത്ത് അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, എന്തു പറ്റി നിനക്ക്? ആ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അലിയാര് തങ്ങളെ, ഞാനൊരു ചെറിയൊരു യാത്ര പോകാനാണ് ഉദ്ദേശിക്കുന്നുണ്ട്. താൽക്കാലികം നിങ്ങളെയും മക്കളെയും ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അലി റളിയല്ലാഹു തആല അൻഹു ഇതെല്ലാം കേട്ടിട്ട് ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നുണ്ട്, ആയിക്കോട്ടെ ഫാത്തിമ, എപ്പോഴാണ് മടങ്ങി വരുന്നത്? ഇത് കേട്ട് സങ്കടത്തോടുകൂടെ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, അലിയാര് തങ്ങളെ, ഖിയാമത്ത് നാൾ വരെയും ഞാൻ മടങ്ങി വരില്ല. ഇത് ഫാത്തിമ ബീവിയുടെ വഫാത്തിന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കിയ അലി റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ പൊട്ടുന്ന ഹൃദയവുമായി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഫാത്തിമ നിന്നോട് ഇങ്ങനെ പറഞ്ഞത്? നിറകണ്ണുകളോടെ പൊട്ടുന്ന ഹൃദയവുമായി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഇന്നലെ ഉപ്പയെ കിനാവിൽ കണ്ടിരുന്നു, കാണാൻ ആഗ്രഹമുണ്ട്, എൻ്റെ അടുത്തേക്ക് വാ എന്ന് എൻ്റെ ഉപ്പ എന്നെ വിളിക്കുന്നുണ്ട് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറയുമ്പോൾ രണ്ടുപേരും വാരി പുണർന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. ഓരോ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ മൂന്നാമത്തെ നോമ്പ് കടന്നു വരുമ്പോഴും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവചരിത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് ഓടി വരുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇവിടെ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ 3-നാണല്ലോ.